ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായി ആക്ച്വലി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസത്തിൽ മുകളിലായി എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ ഒരു വീഡിയോ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഓരോ വട്ടവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കരുതും ഇനി തൊട്ട് റെഗുലർ ആയിരിക്കണം എന്ന്. അതായത് ഇത്രയും നാളത്തേക്ക് പോട്ടെ, ഇനി തൊട്ട് ഞാൻ എന്താണെങ്കിലും കറക്റ്റായിട്ടുള്ള ടൈമിൽ ഞാൻ വീഡിയോ ഇട്ട് പോകുമെന്ന് എപ്പോഴും ഞാൻ കരുതും. പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങനെ പറ്റാറില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡ് ഇല്ലാത്തൊരു പ്രശ്നമാണ്. പിന്നെ കണ്ടൻറ്റിൻ്റെ കാര്യവും ഉണ്ട്. നമ്മളിപ്പം എന്നും ഇങ്ങനെ ചെയ്യുമ്പം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ പോലത്തെ വീഡിയോസ് തന്നെ ഇടുമ്പോൾ എല്ലാവർക്കും ബോറിംഗ് ആയിട്ട് തോന്നും. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസൊക്കെ ഞാൻ ആക്ച്വലി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ട്രൈപോഡിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ. അപ്പം ട്രൈപോഡ് ഞാൻ ഒരെണ്ണം ആക്ച്വലി ആമസോണിൽ നിന്ന് മേടിച്ചതിനകത്ത് ലാൻഡ്സ്കേപ്പിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത് പോർട്രേറ്റിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 രീതിയിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മോഡൽ ട്രൈപോഡ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞങ്ങൾക്ക് ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമൊക്കെയാണ് വീഡിയോസ് ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ എന്താണെങ്കിലും ഇനിയെങ്കിലും റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ സോറി പറയാം കേട്ടോ. അപ്പോൾ ഇതൊരു റെഗുലറായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഒരു വീക്കെൻഡായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് പണിയൊന്നും ഇല്ലാതിരുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് അന്നത്തെ ഡേയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കതൊരു മെമ്മറി കൂടിയാവും. കാരണം പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോൾ കാണാനും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇയറിലത്തൊക്കെ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു മെമ്മറിയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മെയിനായിട്ടും വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെ ഞാൻ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനായിട്ട് ബന്ധപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി ക്ലിയർ ചെയ്ത് വെക്കുകയാണ്. സാധാരണ ഞാൻ വീക്കെൻഡ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ലേറ്റായിട്ടാണ് എണീക്കുക. അപ്പം നമുക്ക് ഒരു ഭയങ്കര ലേസി ആയിരിക്കും വീക്കെൻഡ് വരാൻ വേണ്ടി. നമ്മളിങ്ങനെ ഫ്രൈഡേ അങ്ങ് ലാപ്ടോപ്പ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത 2 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളെല്ലാം സ്ലോ മോഡിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൺഡേ ആകുമ്പോഴത്തേക്കുമാണ്, മൺഡേ എന്ന് വെച്ചാൽ മൺഡേ മോർണിംഗ്സൊക്കെ എപ്പോഴും തന്നെ ലേസി ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് മൺഡേ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കുമാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതിലേക്ക് വരുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ വീക്കെൻഡെല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യാനും എൻജോയ് ചെയ്ത് ചെയ്യാനും ആ മൊമെൻ്റ് എൻജോയ് ചെയ്യാനൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫീഡിങ് മദർ ആയത് കാരണം കാൽസ്യം ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുവാണ്. അപ്പോൾ എന്നെപ്പോലെ കാൽസ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്ന വേറെ ആരെങ്കിലും കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ വ്യൂസ് ചില വീഡിയോസിനൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര അങ്ങനെ ഹെവി വ്യൂസ് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ആരും കമൻ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുവാണെങ്കിലല്ലേ നമ്മൾ തമ്മിൽ, അതായത് വീഡിയോ ഇടുന്ന ഞാനും ഇത് കാണുന്ന നിങ്ങളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അത് എന്നെ എല്ലാ രീതിയിലും യൂട്യൂബിൽ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പോലെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് ചുമ്മാ പോവാതെ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് അടിച്ചൊക്കെ ആയിരിക്കും കാണുന്നത്, എന്നാലും നിങ്ങൾ ജസ്റ്റ് കമൻസും കൂടി ഇട്ടിട്ട് പോണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മെഡിസിൻസും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിലടിക്കും രാവിലെ ഒരു കുറേ സമയത്തേക്ക്, ഒരു ഉച്ച വരെയൊക്കെ നല്ലോണം വെയിലടിക്കും. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ തുണി സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് മാക്സിമം ഉണക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമായി, ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേദിവസം നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പം ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് മാളിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടെങ്കിൽ ആക്ച്വലി അടിപൊളിയാണല്ലേ. ശരിക്കും പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥലം, അതായത് തൊടുപുഴയിൽ ഷോപ്പിംഗ് മാൾ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് മോൾസിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ എറണാകുളം സൈഡിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ആയിരിക്കില്ല പോണത്, വെറുതെ ഇങ്ങനെ കറങ്ങി 10 പേരെയൊക്കെ കണ്ട് അങ്ങനെ ചുമ്മാ ഡ്രസ്സപ്പ് ചെയ്യുന്ന വെളിയിലൊക്കെ പോകുന്നു, അതൊക്കെ രസമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ചെന്ന സ്ഥിതിക്ക് നമ്മളവിടെ മാക്സിൽ നല്ല കിഡിലെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, ആക്ച്വലി ഇതിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഐറ്റം ഒന്നുമല്ല, പക്ഷേ എനിക്ക് കുഞ്ഞിന് കുറച്ച് സാധനങ്ങൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മേടിക്കണമെന്ന് തോന്നി. കാരണം മാക്സിൽ നമ്മൾ സാധാരണ കാണുന്ന ക്ലോത്ത്സായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ സെയിൽ ഇപ്പം നടക്കുന്നുണ്ടോ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബിക്കോസ് അതൊരു ലിമിറ്റഡ് ടൈം ഡീൽ പോലെയായിരുന്നു. പിന്നെ മാക്സിൻ്റെ എല്ലാ യൂണിറ്റ്സിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് നല്ല ഡീലായിട്ട് തോന്നിയത് കാരണം ഞാൻ കുഞ്ഞിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഷോപ്പിംഗ് മാൾ പോകുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്
മിനിസോ. അപ്പോൾ മിനിസോയിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളാണല്ലേ ഉള്ളത്. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക രസമാണ്. എല്ലാത്തിനും അങ്ങനെ ഭയങ്കര വിലയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം. ഇപ്പം ഞാൻ മിനിസോയിൽ നിന്ന് വേറൊന്നും മേടിച്ചില്ല കേട്ടോ. എനിക്ക് ബുഷ് മേടിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ വാവയുടെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 2 ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസേഴ്സും മേടിച്ചു. അപ്പം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വാട്ട് ഐ പർച്ചേസ് ഫ്രം മിനിസോ എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ചുമ്മാ സാധനങ്ങളൊക്കെ ഉള്ളൂ, എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഷോർട്സ് കയറി നോക്കണം കേട്ടോ. പിന്നെ നമ്മളവിടെ കറങ്ങി തിരിഞ്ഞ് ഇത് മറ്റേ ഹോം സെൻറ്ററൊക്കെ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റോറാണ്. ഒരു സിംഗപ്പൂർ ബ്രാൻഡിൻ്റെ എന്തോ ഒരു കടയാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സോഫ സെറ്റ്സും ഡൈനിങ് ടേബിൾ സെറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര പ്രൈസി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, വെരി കോസ്റ്റ്ലി സാധനങ്ങളാണ് ആക്ച്വലി. അപ്പോൾ ബാക്കി പിള്ളേരെ കുറേ നമ്മളും ആക്ച്വലി കയറി ഇരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, ചുമ്മാ കയറി ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ടായിരുന്നു, വെറുതെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട്. ബിക്കോസ് നല്ല ആംബിയൻസും നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ, നല്ല ലൈറ്റിങ്ങും ആണ് അവരുടേത്. അപ്പോൾ അവിടെ എല്ലാം കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷോപ്പിംഗ് മാൾ ആക്ച്വലി അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോലെയാണ്, കുറേ സ്റ്റോഴ്സൊക്കെ ഇതിനകത്ത് വരണതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു രീതിക്കുള്ള കുട്ടി ഷോപ്പിംഗ് കാര്യങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഇല്ല, എന്നാലും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡിന്നർ റെഡിയാക്കണം. അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടായിരുന്നത് മട്ടൻ കറിയായിരുന്നു. അപ്പോൾ ഇവിടെ മട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലമായിട്ടുള്ള മട്ടൻ കിട്ടും. അപ്പോൾ മട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി, പിന്നെ റൈസ് കഴിക്കാനാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മടിയായിരുന്നു. അപ്പോൾ പിന്നെ ബ്രെഡ് മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക്, മോളിൽ നിന്ന് വരുന്ന വഴിക്ക് ബ്രെഡ് വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ബ്രെഡ് ഗീയിൽ ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് മട്ടൻ്റെ കൂടെ കഴിക്കാമെന്ന് കരുതി. അതെന്താണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോഴത് പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, നല്ല സൂപ്പറായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഗീയിലെല്ലാം നല്ല മുക്കിയെടുത്ത് നല്ല സൂപ്പറായിട്ടുള്ള നല്ല മൊരിഞ്ഞ ബ്രെഡും കൂട്ടി മട്ടനും കഴിച്ചു. പുറത്തിങ്ങനെ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കറങ്ങി നടക്കുമ്പോൾ കുഴപ്പമൊന്നും കാണില്ല. പിന്നെ അവിടെ നിന്നെങ്കിൽ ലൈറ്റായിട്ടൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ പോകുന്ന സ്ഥിതിക്ക് കഴിക്കും. എന്നാലും വന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ ഫുഡ് കഴിച്ചു, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി കിടന്നാൽ മതി എന്നുള്ളൊരു മൂഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റും വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ എവിടെയെങ്കിലും കയറി കിടന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പം ബ്രെഡും മട്ടനും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ആക്ച്വലി. ഇതിനകത്ത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വൈകിട്ടൊക്കെ കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പക്ഷേ എന്താണെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതിനുള്ള എഫേർട്ട് എടുത്ത് ഇപ്പം ഞാനത് ഡബ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൊരു അത്ര എഫേർട്ട് ഞാൻ എടുത്തല്ലോ. അപ്പം ഞാൻ എന്നെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ഓരോ രീതിയിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും പുതിയതായിട്ട് ഇനി കുറച്ച് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം പുതിയതായിട്ട് എൻ്റെ ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടും വീഡിയോ വരാഞ്ഞ് അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാവർക്കും ഞാൻ സോറി പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ഇങ്ങനെ പോട്ടെ. അടുത്ത ഒരു പുതുപുത്തനായിട്ടുള്ള വീഡിയോയിൽ കുറേ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.